നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. ഇതിൻ്റെ ചാനൽ NNR സ്കൂൾ ഓഫ് വിസ്ഡം. ഇതിൽ നമ്മൾ ആത്മീയതയെക്കുറിച്ച് അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ച് ഒരു 1000-ഓളം പ്രഭാഷണം നമ്മൾ കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് അതിനകത്ത് ടോപ്പിക്കുകളൊന്നും പോസ്റ്റ് ചെയ്യാനില്ല. വല്ല ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പം ഇന്നലെ വളരെ യാദൃച്ഛികമായിട്ടൊരു സിനിമ കാണാൻ പോയി. അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നുമല്ല. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ടീച്ചർ, ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. അവർ 2 ദിവസം മുമ്പ് ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുന്നു പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ഇവരെന്ത് മലയാള സിനിമയ്ക്ക് പോകുന്നു? ഇവർ മലയാളം മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ പടത്തിൻ്റെ പേര് വെച്ചപ്പോൾ സർവ്വം മായ. ലുല്ലുമോളുടെ ഫ്രണ്ടിലാണ് ഫ്ലാറ്റ്. അപ്പോൾ അവിടെ അവർ നാട്ടിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് വന്ന് സിനിമ കൊണ്ട് പോയി. ഇന്നലെ എൻ്റെ വേറൊരു ഫ്രണ്ട് ബ്രഹ്മൂസിൽ വർക്ക് ചെയ്യുന്നത്, പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി 7 മണിക്ക് എന്നെ വിളിച്ചപ്പോൾ ഈ കാര്യവട്ടം അവിടെ തിയേറ്ററുണ്ട്, പുള്ളി ബുക്ക് ചെയ്തിട്ട് 7:30 ഷോയ്ക്ക് കയറുന്നു. ഇത് രണ്ടും ആയപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊന്ന് പോകാമല്ലോ. പിന്നെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ 7:50 ഷോ ഉണ്ടല്ലോ മോളെ. ടിക്കറ്റ് ബുക്ക് ചെയ്ത് വൈഫ് വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോയി സിനിമ കണ്ടു. അപ്പം സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കൊച്ചിലെ തൊട്ട് വായനയും സിനിമയും നമ്മുടെ ബ്ലഡിലുള്ളൊരു സാധനമാണ്, ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം ഈ സിനിമ ആരാണ് ഇതിൻ്റെ ഡയറക്ടറെന്നോ ഒന്നും അറിയത്തില്ല, അങ്ങ് പോയി. അപ്പോൾ അതിലെ കഥാനായകൻ എന്ന് പറയുന്നത് ഒരു തന്ത്രം പ്രയോഗിക്കുന്ന ഒരു ഫാമിലിക്കകത്തുള്ള ഒരു മെമ്പറാണ്. അപ്പം ഈ പൂജ, അമ്പലം, ഈ മന്ത്രം, തന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കൊച്ചിലെ തൊട്ടേ നമ്മുടെയൊക്കെ വീട്ടിൽ ലക്ഷക്കണക്കിന് രൂപ ഇതിന് ചിലവാക്കുകയും ഇപ്പോഴും ചിലവാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇതൊരു അന്ധവിശ്വാസമാണെന്നും ഇത് വെറും തട്ടിപ്പാണെന്നും ഫ്രോഡാണെന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട്. അപ്പോൾ മന്ത്രം വർക്ക് ചെയ്യുമെന്നും തന്ത്രം വർക്ക് ചെയ്യുമെന്നൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള മന്ത്രി വരെ വരുന്ന വീട്ടിൽ അവിടെ ജനിച്ചതാണ് ഈ കഥാനായകൻ. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിയുമായിട്ട് ഇത് മാച്ച് ചെയ്യും. എല്ലാ നാടകവും സിനിമയും എല്ലാം നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് സക്സസ് ആകുന്നത്. ഈ ഷേക്സ്പിയർ വേൾഡ് സെ ഡ്രാമ എന്ന് പറഞ്ഞാൽ അന്ന് സിനിമ ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു സിനിമയെന്നല്ല, നമ്മൾ ഏതൊരു പുസ്തകവും ഏതൊരു സിനിമയും നമ്മൾ വളരെ ഡെപ്തിൽ അത് വാച്ച് ചെയ്താൽ ഒരു കണ്ടീഷനും ഇല്ലാതെ, എന്നുവെച്ചാൽ നായകൻ ഇന്നാരാണ്, ഡയറക്ടർ ഇന്നാണ്, പാടിയത് ഇന്നാണ്, മ്യൂസിക് ഇന്നാളായിരിക്കണം എന്നൊരു കണ്ടീഷനും അൺകണ്ടീഷണലായിട്ട് കണ്ടാൽ എവ്രിതിങ് കംസ് വിത്ത് എ മെസ്സേജാണ്. അപ്പോൾ ഇതാണ് കഥാനായകൻ. അപ്പം പുള്ളി ദൈവത്തെ വിശ്വസിക്കുന്നില്ല, എന്നുവെച്ചാൽ ആത്മീയത, ദൈവമില്ല, തട്ടിപ്പാണ്, ഫ്രോഡാണെന്ന് പറയുന്ന പുള്ളി ഒരു ഗിത്താറും എടുത്ത് മ്യൂസീഷ്യനാവാൻ ശ്രമിക്കുകയാണ്. അപ്പം ഒരു യൂറോപ്യൻ ട്രിപ്പിൽ പുള്ളിയുടെ വിസയ്ക്ക് പാസ്പോർട്ടിന് എന്തോ പ്രശ്നമായി പുള്ളിയെ കൂട്ടുന്നില്ല. 2 മാസത്തേക്ക് നാട്ടിൽ വരികയാണ്. കയ്യിലൊരു നയാ പൈസ പോലും പുള്ളിയുടെ ഇല്ല. ഇതാണ് അവസ്ഥ. അങ്ങനെ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി പുള്ളി പൂജയ്ക്ക് സഹകർമ്മിയായിട്ട് പോവുകയാണ്. അപ്പോൾ വല്യച്ഛൻ്റെ പെങ്ങളുടെ മോനാണ് ഇത്. അപ്പം ഈ വല്യച്ഛൻ്റെ മോളെ കെട്ടിയിരിക്കുന്ന പാചകക്കാരനാണ്. അപ്പോൾ എന്തായാലും പുള്ളി കുറച്ച് മന്ത്രവും ഇതുമൊക്കെ വെച്ചിട്ട് കഥാനായകൻ പുള്ളിയുടെ കൂടെ കൂടുകയാണ്. ഇതാണ് സ്റ്റോറി. അപ്പോൾ അതിൽ ഈ പ്രേതത്തെ ഒഴിപ്പിക്കുക, ബാധ ഒഴിപ്പിക്കുക, അല്ലെങ്കിൽ പ്രേതത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ടവരുണ്ട്, വീഡിയോയിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇഷ്ടം പോലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് എതിർക്കുന്നവർക്ക് എതിർക്കാം, അനുഭവമുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ സിനിമയിൽ ഒരു ബാധ ഒഴിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയാണ് സിനിമയുടെ കാര്യങ്ങൾ. അപ്പം ഇത് ഞാൻ പറയാൻ വരുന്നൊരു കാര്യം, വളരെ വെൽ ഓഫ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ ആ സെയിം പ്രൊഫഷൻ ചെയ്യുന്നതിന് പകരം പുറത്ത് പോയി ബുദ്ധിമുട്ടുന്ന ഒരു കഥാനായകൻ. അപ്പം ഇത് എല്ലാ സ്ഥലത്തും ഈ അക്കരയ്ക്ക് ഇക്കരെ പച്ച എന്ന് പറയുന്ന കണക്ക് ആൾക്കാരുടെ ഒരു ഓട്ടമാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അതിനകത്ത് സൂപ്പർസ്റ്റിഷൻ, പ്രേതമുണ്ടോ പ്രേതമില്ലയോ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ
സിനിമയിലുണ്ട്. അതിൻ്റെ പേര് തന്നെ നല്ല രസമാണ്, സർവം മായ. സർവം മായ എന്നാണ് അതിൻ്റെ പേര് തന്നെ. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെയോ അറിയാമെന്നും നമ്മളിവിടുത്തെ വലിയ രാജാക്കന്മാരാണെന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ട്. നമ്മൾ സ്ഥിരം പറയുന്നൊരു കാര്യമുണ്ട്, നോൺ ഇസ് എ ഡ്രോപ്പ്, അൺനോൺ ഇസ് ആൻ ഓഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത പല മേഖലകളുണ്ട്. ഇപ്പം ഞാനിത് കണ്ടിട്ട് അതിനകത്ത് പ്രേതമുണ്ടോ ഇല്ലയോ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കാണാൻ പറ്റുമെന്ന്. കാര്യം കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്പിരിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു വഴിയിൽ പോയൊരു ബുക്ക് തന്നെ ഞാനത് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നേരിട്ട് അനുഭവം ഉള്ളവർക്കാണ് ഇതറിയുന്നത്. അപ്പോൾ ആ സിനിമയിലെ പല കാര്യങ്ങളും പലർക്കും അനുഭവമുണ്ട്. അപ്പം ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ചിട്ടാണ് ഇവരിത് ഫിക്ഷനാണോ മനസ്സിൻ്റെ തോന്നലാണോ എന്നൊക്കെ ഇവർ പറയുന്നത്. പക്ഷെ എന്തായാലും ഞാൻ ഇന്നലെ ആ ഫിലിം കണ്ടു. അപ്പം ഈ ഫിലിം നല്ല, ശരിക്കും പറഞ്ഞാൽ എല്ലാ സിനിമയിലും എല്ലാ ബുക്കിലും ഒരു മെസ്സേജ് ഉണ്ട്. പക്ഷേ നമുക്ക് മോഹൻലാൽ വേണം, മമ്മൂട്ടി വേണം, അല്ലെങ്കിൽ ഇന്ന ആൾ വേണം. അപ്പം നമ്മൾ അത് ബേസ്ഡാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അമ്പലത്തിൽ പോയാൽ തന്നെ നമ്മൾ ഗണപതി അമ്പലത്തിലേ പോകത്തുള്ളൂ, വിഷ്ണുവിൻ്റെ അമ്പലത്തിലേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ പ്രാർത്ഥിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മാതാവിനെ പ്രാർത്ഥിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള കണ്ടീഷൻ മൈൻഡോടുകൂടി പോകുന്നതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ആസ്വദിക്കാൻ പറ്റാത്തത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആസ്വദിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചുറ്റുമുള്ള കാറ്റും വെളിച്ചവും പ്രകൃതിയും ഇതൊന്നും കാണാതെ നമ്മൾ വിമർശിക്കാനിറങ്ങും. ഇപ്പോൾ ഈ സിനിമ തന്നെ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് ആരെങ്കിലും കണ്ടിട്ട് അവർ പറയും എന്ത് സിനിമയാണ്, അയ്യോ ഇതിനകത്ത് എന്തിരിക്കുന്നു, വെറുതെ 3 മണിക്കൂർ. എത്ര രൂപ ഒരു സിനിമ കാണാൻ? 300 രൂപ. ഓ, എന്തിനാ 300 രൂപ കൊടുത്തൊരു സിനിമ കാണുന്നത്? ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ വീട്ടിൽ ഫ്രീ ആയിട്ട് നമുക്ക് കണ്ടുകൂടെ? ഇതൊക്കെ ഓരോരുത്തരും പറയുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഗംഭീര സിനിമയാണ്. താങ്ക് യു.